சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை. ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനെ ഡിപ്രഷൻ എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഫുൾ ടൈം കരച്ചില്ല. അപ്പം അത് ഒരു മൂളാൻ പോലും വയ്യാത്ത അത്ര നമുക്ക് ശബ്ദമില്ല എന്നുള്ളൊരവസ്ഥയിൽ ദിവസങ്ങളോളം മാസങ്ങളോളം അങ്ങനെ പോകുമ്പോൾ അപ്പം അതിലൊരു 4 വീട് മുന്നേ ആണെന്ന് തോന്നുന്നു. അവിടെ വരെയുള്ളൂ കറണ്ട്. പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, കണക്ഷൻ കിട്ടിയിട്ടില്ല. ഇതുപോലെ ബാറ്ററികൾ വാങ്ങി കൂട്ടി ഒരു അപ്പച്ചൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പച്ചൻ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അത് എന്നാലും അവിടുന്ന് ആൾക്ക് എൻ്റെ പാട്ടിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഓരോ പ്രാവശ്യം ജീവിച്ച് വരണേന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പച്ചൻ. ഇത് വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഹീറോയിനെ അങ്ങനെ നമ്മൾ ശല്യപ്പെടുത്തുന്ന ഒരു പാട്ടാണത്. വളരെ സോഫ്റ്റായിട്ട് ആ ഹമ്മിങ് പാടിയപ്പോൾ വീണ്ടും ലാൽചേട്ടനകത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ എന്താ പറയുക, എനിക്കിപ്പോൾ ചിരി വരെ. നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തൊണ്ട ശരിയാകും, നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും, അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ശരിയാകുന്നില്ല, ഇനി ശരിയാകോ എന്നുള്ളൊരു ചിന്ത വരാനായിട്ട് തന്നെ കുറേ സമയമെടുത്തു എന്നുള്ളതാണ് എനിക്ക്. அட உன்னோடு ஒன்னான கும்மாளம் லவ் பண்ணாத யாரும் ഭൂമിക്ക് ഭാരം എന്നാളും. ജീനിയസ് ആണ് അദ്ദേഹം, അല്ലേ? അത് ആ ടെക്നോളജി ഉപയോഗിച്ച് എത്രത്തോളം, അതാളുടെ കോൺഫിഡൻസ് ആണ്. എൻ്റെ കോൺഫിഡൻസ് കുറവും. കാരണം ഇത് പാടുമ്പോഴൊക്കെ എനിക്ക് വിഷമമാണ്, എനിക്ക് വയ്യാത്തോണ്ടല്ലേ ഇങ്ങനെ എടുക്കണേന്നാണ്. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. നമ്മൾ വളരരുത് എന്ന് ചിന്തിക്കുന്നവരും ഈ കാലഘട്ടത്തിലുണ്ട്, ആ കാലഘട്ടത്തിലുണ്ട്. അത് ഞാൻ എഴുതുമ്പോൾ കുറേ പേര് വിഷമിക്കും, കുറേ അധികം പേര് വിഷമിക്കും. അതുകൊണ്ടാണ് എനിക്ക് എഴുതാനൊരു മടി. ജനിച്ച സമയത്തെ ഈ കുട്ടി ഒരു അത്ഭുതമായിരിക്കുമെന്ന് അന്നേ നഴ്സ് പ്രവചിച്ചതാണ്. ആ പ്രവചനം തെറ്റായില്ല. അത്ഭുതകരമായിട്ടുള്ളൊരു ജീവിതമുള്ള ഒരാളാണ്. ടാലന്റ് കൊണ്ടും അത്ഭുതം സൃഷ്ടിച്ച ഒരാളാണ്. സാറ് അറിഞ്ഞു തന്നെ പേരിട്ടു മിൻമിനി, വണ്ടർ വുമൺ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ചേച്ചി നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു പിറവിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജന്മ സമയത്ത് തന്നെ അല്ലേ? അന്ന് നഴ്സ് ഇതേപോലെ തന്നെ ഈ കുട്ടി ഭയങ്കര ഒരു മിറാക്കിൾ ആയിരിക്കും പ്രവചിച്ചതുമാണ് കേട്ടിട്ടുണ്ട്. സിനിമയെ വെല്ലുന്ന ഈ പറഞ്ഞ ട്വിസ്റ്റുകളുള്ളൊരു ജീവിതം നയിച്ച ആളല്ലേ? ജീവിതത്തെ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വിശേഷിപ്പിക്കാൻ പറഞ്ഞ ഒരൊറ്റ വാക്കിൽ എങ്ങനെ വിശേഷിപ്പിക്കാന്ന് തോന്നുന്നത്? അത്ഭുതങ്ങളാണ്, തുടർച്ചയായ അത്ഭുതങ്ങൾ. ജനനം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചി പ്രഗ്നൻസിയിൽ ഭയങ്കര ഹൈ BP ആയിരുന്നു. അപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ആൾ ഭയങ്കര വീക്കാണ്. അവിടെ ചെന്നു ലേബർ റൂമിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് പുറത്ത് വന്ന്. അന്ന് ഫോണും ഒന്നും ഇല്ലല്ലോ, ആൾക്കാർ തന്നെ എല്ലായിടത്തും അറിയിക്കണമല്ലോ. അന്ന് ബന്ധുവാണ് ഞാൻ ജനിച്ച ദിവസം. അപ്പോൾ പ്രഗ്നൻ്റ് ലേഡി മരിച്ചു എന്നുള്ള രീതിയിൽ പുറത്ത് അപ്പച്ചനും ആൾക്കാരൊക്കെ ഉണ്ട്, അവരോട് വന്ന് പറഞ്ഞു. അവിടെ നിന്ന് ദൂതുമായിട്ട് ആൾ വീട്ടിലേക്ക് പോയി മരിച്ച വിവരം പറയാനായിട്ട്. അപ്പോൾ ലേബർ റൂമിൽ ആരുമില്ല, ബോഡി മാറ്റിയിട്ടേക്കണ സമയത്താണ് എൻ്റെ ജനനം. അപ്പോൾ ജനിച്ച സമയം പോലും ഹോസ്പിറ്റലിലില്ല. അങ്ങനെ ദൈവത്തിന് മാത്രം അറിയാവുന്ന ജനന സമയമുള്ള ആളാണ് ഞാൻ. അവിടെ നിന്ന് അങ്ങോട്ട് അതെ നേഴ്സ് പറഞ്ഞു, ഇതെങ്ങനെ അറിഞ്ഞു? അങ്ങനെ കഥയല്ല, അത്
നടന്ന സംഭവമാണ്. ചേച്ചി ഇപ്പോൾ 7 ഭാഷകളിലായിട്ട് എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 2000-ലധികം പാട്ടുകൾ ചേച്ചി പാടിയിട്ടുണ്ട് സിനിമകളിൽ മാത്രമായിട്ട്. ഓടി നടന്ന സ്റ്റുഡിയോയിൽ നിന്ന് വേറെ സ്റ്റുഡിയോയിലോട്ട് പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. എനിക്ക് തോന്നുന്നു ഒരു ദിവസം 12-13 പാട്ട് വരെയൊക്കെ പാടിയിട്ടുണ്ട് ഒരു ദിവസം. എല്ലാ ദിവസവും ഒന്നല്ല, എന്നാലും അങ്ങനെയൊക്കെ പാടി ദിവസങ്ങളുണ്ടായിരുന്നു. തിരക്ക് പിടിച്ചൊരു ജീവിതമല്ലേ ഇപ്പൊ സ്റ്റുഡിയോയിൽ നിന്ന് മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് സ്റ്റേജ് ഷോകൾ ഇങ്ങനെ ഒട്ടനവധിയായിട്ട് വിദേശത്തും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ തിരക്ക് പിടിച്ച ഒരു ജീവിതമായിരുന്നല്ലോ. ആ തിരക്കും പിടിച്ച ജീവിതം ചിലപ്പോഴെങ്കിലും ഈ സമയത്തൊക്കെ മിസ് ചെയ്യാറുണ്ടോ? ഈ സമയത്ത് ഞാൻ മിസ് ചെയ്യുന്നില്ല. മിസ് ചെയ്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പാടാൻ പറ്റാതെ ആയി, ഒരു മുറിക്കുള്ളിലായിപ്പോയ കുറേ വർഷങ്ങളുണ്ട്. അപ്പം അങ്ങനെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തൊണ്ട ശരിയാകും, നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും, അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ പരമ്പരയാകുമെന്ന് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സീരിയസ് ചിന്താഗതിയിലേക്ക് വന്നത് തന്നെ കുറേ നാളെടുത്തു. ശരിയാകുന്നില്ല, ഇനി ശരിയാകോ എന്നുള്ളൊരു ചിന്ത വരാനായിട്ട് തന്നെ കുറേ സമയമെടുത്തു എന്നുള്ളതാണ് എനിക്ക്. കാരണം എനിക്ക് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. ലോകവിവരം തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഉണ്ടെന്നല്ല, ഒന്നും അറിയില്ല. സ്റ്റുഡിയോ ടു സ്റ്റുഡിയോ, സ്റ്റുഡിയോ കഴിഞ്ഞ വീട്, അല്ലെങ്കിൽ സ്റ്റേജ്, ഇത് മാത്രമായിരുന്നു എൻ്റെ ലൈഫ്. അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ സംസാരിക്കാനോ എന്തെങ്കിലും ആശയങ്ങൾ കൈമാറാനോ ഒന്നും ആരുമില്ല. ഞാനും എൻ്റെ അപ്പച്ചനും തമ്മിൽ സംസാരിക്കും. ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയും. ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അറിവ്. അപ്പോൾ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൂട്ടുക, കിട്ടുന്ന പാട്ടുകൾ എത്രയും ഭംഗിയായിട്ട് പാടണം എന്ന് ആഗ്രഹിക്കുക, അതൊക്കെ തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ ഇതൊക്കെ മിസ് ചെയ്തു എന്ന് തോന്നാൻ തന്നെ ഒത്തിരി സമയമെടുത്തു. അപ്പോൾ ആ സമയത്ത് ഇത്തിരി വിഷമിച്ചിരുന്നു. ഈ ആ സമയത്ത് എത്ര വയസ്സാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ ശബ്ദം പോകുന്ന സമയം 23 വയസ്സിലാണ്. ഓ, ഇപ്പോൾ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ചേച്ചി സ്റ്റുഡിയോയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചേച്ചിയുടെ കൂടെ തന്നെ നിഴലായിട്ട് ഒരാളുണ്ടായിരിക്കും ചേച്ചിയുടെ പുസ്തകം പിടിച്ചുകൊണ്ട്. അപ്പച്ചനായിരുന്നു. അപ്പച്ചനാണ് എല്ലായിടത്തും, ഇപ്പോൾ സ്റ്റേജ് ഷോസിനാണെങ്കിലും സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും നിങ്ങൾ മദ്രാസിലേക്ക് കയറിയപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് അപ്പച്ചനായിരുന്നു. ചേച്ചി ഈ പറഞ്ഞ പോലെ ചേച്ചി നല്ലൊരു പാട്ടുകാരിയാവണം എന്ന് ചേച്ചിയേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് അപ്പച്ചനായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതെൻ്റെ മൂത്ത ചേച്ചിയെ മുതൽ അപ്പച്ചൻ ആഗ്രഹിക്കുന്നതാണെന്ന്. എൻ്റെ ചേച്ചിമാരും 3 പേരും എന്നിലും നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പൊ ചിത്ര ചേച്ചിക്ക് ട്രാക്ക് പാടാൻ പോയ ആളാണല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ചേച്ചിയാണെങ്കിലും ചേച്ചിയുടെ അപ്പച്ചനാണെങ്കിലും പോലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ സിനിമയിലേക്ക് ഇത് നമ്മളുടെ വോയിസ് എടുക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ചേച്ചിയുടെ വോയിസ് ആണ് സിനിമയിലേക്ക് എടുക്കുന്നത് എന്ന് ആദ്യമായിട്ട് പറയുന്നപ്പോൾ ചേച്ചിയുടെ ഒരു എക്സൈറ്റ്മെന്റിനേക്കാൾ കൂടുതലേ അപ്പച്ചൻ്റെ ഒരു അന്നത്തെ ഒരു മാനസികാവസ്ഥയും സന്തോഷവും ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പച്ചൻ കരഞ്ഞു. അങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ട്രാക്കാണ് എന്നുള്ളത്, അതായത് ഈ റെക്കോർഡിങ്ങിന് സാറ് രാജമണി സാറ് വിളിച്ചപ്പോൾ തന്നെ അപ്പച്ചി ആദ്യം നോയാണ് പറഞ്ഞത്. പിന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മ്യൂസീഷ്യൻസിൻ്റെ PR മുരളിച്ചേട്ടൻ, ചിറ്റൂർ ഗോപിച്ചേട്ടൻ, ലിപ്സൺ ചേട്ടൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ ട്രാക്ക് പാടാൻ പോയത്. അപ്പച്ച ട്രാക്കാണെങ്കിലും ഫിലിമിൻ്റെ അല്ലേ, അത് മോളെ വിടണം എന്ന അവരുടെയും കൂടി ആഗ്രഹം കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ആ പാട്ട് പാടാൻ പോയത്. അപ്പം അതൊക്കെ ഓർത്തിട്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്കാത്ത ഒരു മേഖലയിലേക്ക് എത്തിയതിൻ്റെ ആ ഒരു സന്തോഷമായിരിക്കും. എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ അറിവ് കുറവിൻ്റെ ഒരു വലിയൊരു ആ ഒരു ലോകത്തിലായിരുന്നു ഞാൻ. പാട്ട് പാടിത്തരണത് മാത്രം പാടും, അല്ലാതെ വേറെ ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പം അപ്പച്ചനെ അവിടെ നിന്ന് കരഞ്ഞു. എനിക്കും സന്തോഷം തോന്നി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൽ കവിഞ്ഞൊരു ചിന്തയൊന്നും എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായില്ല. ഈ ഇപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അതായത് ഒരു ടിവിയോ ഫോണോ ഇല്ലാത്ത, എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് ഫോണിലാ ഓഫേഴ്സ് ഒക്കെ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പരിസരത്ത് മുഴുവനും അങ്ങനത്തെ വീടുകളാ മീൻസ് അവിടെയുള്ള വീട്ടുകളിലൊന്നും കറണ്ടില്ല, കറണ്ട് വന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഇങ്ങനെ തട്ട് പോലെയുള്ള സ്ഥലമാണ്. നമ്മള് ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ കാണില്ലേ, കീഴ്മാട്. കീഴ്മാട്. അപ്പൊ ഒരു കൽപ്രദേശമാണ്.
അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ തട്ടുകളിൽ ഇങ്ങനെ ഓരോ വീടുകളാണ്. അപ്പം അതിൽ ഏറ്റവും താഴെയാണ് ഞങ്ങളുടെ വീട്. അപ്പം അതിലൊരു 4 വീട് മുന്നേ ആണെന്ന് തോന്നുന്നു. അവിടം വരെ ഉള്ളു കറണ്ട്. പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, കണക്ഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ പാടാനിറങ്ങണതും പാട്ട് പഠിക്കുന്നതും ഒക്കെ. ഇപ്പം ചാക്കുകളിലാണ് നിറച്ച് ബാറ്ററികൾ വാങ്ങി, അതായത് മോശമായ ബാറ്ററീസൊക്കെ സൂക്ഷിക്കണത് ഈ ചാക്കുകളിലാണ്. അത്ര അധികം ബാറ്ററീസാണ് വീട്ടില്. മീൻസ് ടേപ്പ് റെക്കോർഡർ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കറണ്ടിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ ബാറ്ററികൾ വാങ്ങി കുറെ പാട്ട് പഠിക്കണമല്ലോ പ്രോഗ്രാംസിനൊക്കെ. അപ്പൊ ഞാനും ചേച്ചിയും ജാൻസി ചേച്ചിയും പ്രോഗ്രാമിന് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ബാറ്ററികൾ വാങ്ങി കൂട്ടി ഒരു അപ്പച്ചൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഈ 13-14 വയസ്സുള്ളപ്പോ ഈ പറഞ്ഞ റെക്കോർഡിങ്സിന് പോയി തുടങ്ങിയ ആളല്ലേ? 14 വയസ്സ്. ഈ കൗമാരപ്രായത്തിൽ തന്നെയാണ് മദ്രാസിലേക്ക് ചേക്കേറുന്നതും ഇളയരാജ സാറിനെ പോലെ ഒരു വലിയൊരു മ്യൂസീഷ്യന്റെ അടുത്ത് പോയിട്ട് നമുക്ക് പാട്ട് അഭ്യസിക്കാൻ വരുന്നതൊക്കെ. അപ്പൊ ആ കൗമാരക്കാർക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും വലിയൊരു ലെജൻഡിന്റെ അടുത്താണ് നിൽക്കുന്നതെന്നോ അദ്ദേഹത്തിന്റെ സംഗീതം ആണ് നമ്മൾ പാടാൻ പോകുന്നതൊക്കെ അന്നൊരു അറിവുണ്ടായിരുന്നോ? ഇല്ല. അത് സത്യം പറഞ്ഞാല് എൻ്റെ അപ്പച്ചൻ അതെന്നെ കൂടുതൽ പേടിപ്പെടുത്താതിരിക്കാൻ പറഞ്ഞു തരാത്തതായിരിക്കാം. കാരണം എനിക്ക് സ്റ്റുഡിയോയിൽ കയറിയാലോ മൈക്ക് കണ്ടാലോ ഒരു പേടിയില്ല, എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് അറിവില്ല, അതാണ് പേടിയില്ലാത്തത്. ഞാൻ ഇപ്പൊ പല മ്യൂസീഷ്യൻസിനൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമുള്ള ഒരാളാണ് ഇളയരാജ സാർ. അതായത് നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അതായത് സാറിന്റെ ഒരു ഇപ്പൊ ഫാക്ടറി എന്നാണല്ലോ പറയുന്നത് സാറിന്റെ സ്റ്റുഡിയോ. അപ്പൊ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടുക എന്ന് പറയുന്നത് നമ്മൾ 2 ദിവസം മുന്നേ പനിച്ചു തുടങ്ങും എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൗമാരക്കാര് എങ്ങനെയാണ് ആ ഇളയരാജ സാറിന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒരു ഈ പറയുന്ന പോലെ ചീത്ത പറയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ സാറിന്റെ ഭാഗത്തു നിന്ന്? ഇല്ല. പാട്ട് സംബന്ധിച്ച്, അതായത് എന്താ പറയാ, ഞാനിങ്ങനെ അധികം വഴക്ക് കേൾക്കാത്ത പാട്ടുകാരി. കാരണം പാട്ടുകാരി എന്ന് ചിന്തിക്കുന്നതിലുപരി എന്നെ കൊണ്ട് പാടിപ്പിച്ച ആൾക്കാർക്കൊക്കെ എന്നോടൊരു വാത്സല്യം ഉണ്ടായിരുന്നു. അത് രാഘവ മാഷായാലും അർജുന മാഷായാലും ദക്ഷിണാമൂർത്തി സ്വാമി ആയാലും കലവൂർ ബാലൻ സാറ്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥൻ സാറ്, പിന്നെ വിദ്യാധരൻ മാഷ്, പിന്നെ ജെറിയമൽദേവ് സാറ്. ജെറിമാഷിൻ്റെ ഒത്തിരി പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം എൻ്റെ എന്താ പറയുക, ഞാൻ ഈ 14-15 വയസ്സെന്ന് പറയണത് ഇന്നത്തെ കാലത്ത് അതൊരു ഒരുപാട് അറിവുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ ജനറേഷൻ. പക്ഷെ അന്ന് അങ്ങനെ അല്ല. നമുക്ക് TV ഇല്ല, വേറെ ഒരു മീഡിയാസും ഇല്ല, സിനിമകൾ അങ്ങനെ കാണില്ല. ഞാൻ നേരെ സ്കൂളിൽ നിന്ന് നേരെ വന്നത് സ്റ്റുഡിയോയിലേക്കാണ്. അപ്പോൾ എനിക്ക് അതിന് ആ പരിമിതികളുടെ ഉള്ളിലാണ് ഞാൻ ജീവിക്കുന്നത്, മനസ്സിലായ? അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പറയണതെല്ലാം ഞാൻ പഠിച്ചെടുക്കും, മാക്സിമം നന്നായിട്ട് പാടാൻ ശ്രമിക്കും. അപ്പം അവർക്ക് അത് ഒരു എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്നോടൊരു വാത്സല്യം ഉണ്ടായിരുന്നു. ഇളയരാജ സാറല്ലേ മിൻമിനി എന്ന് പേരിട്ട്? അപ്പൊ മിനി എന്നുള്ള പേര് ഒന്ന് പരിഷ്കരിച്ച് മിൻമിനി എന്നിടാന്നുള്ളൊരു ആലോചന ഉണ്ടാവുന്നത്? മിൻമിനി ഇടുന്നൊന്നും നമുക്കറിയില്ല. മിനി എന്നാണ് പേരെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു മിനിയാ, അങ്ങനെ ഒരു പേര്, ശരി ഇതിൻ്റെ പേര് ഞാൻ മാറ്റും എന്ന് പറഞ്ഞു. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇനി ആരെങ്കിലും ചോദിച്ചാൽ നീ മിൻമിനി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സാറുണ്ടാക്കി. അവിടുത്തെ പല പാട്ടുകളിലും മിൻമിനി ഉണ്ട്. പാട്ടുകളിൽ നിന്ന് എടുത്തതാണോ അതോ എന്താന്നൊന്നും അറിയില്ല, ഒന്നും ചോദിച്ചില്ല. ശരി സാർ എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ആദ്യം സ്വാഗതമൊക്കെ പാടുന്ന സമയത്ത് മിനി എന്നുള്ള പേരാണെങ്കിൽ റോസ്ലി എന്നുള്ള പേര്? മിനി. അതായത് റോസ്ലി എന്നുള്ള പേര് കലോത്സവങ്ങളിലും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പോകുമ്പോൾ റോസ്ലി തന്നെയാണ്. പക്ഷെ സ്റ്റേജ് ഷോസിനൊക്കെ ഞാൻ പോകുമ്പോൾ മിനി എന്നാണ് അനൗൺസ് ചെയ്യാറ്. അപ്പം മിനി ജോസഫ് എന്ന് പറയും. അപ്പം എല്ലാവരും എന്താ കാസറ്റുകളിലും മിനി എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്, റോസ്ലി എന്ന് മാറ്റി എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഈസി ആയിട്ട് വിളിക്കുന്നത് മിനി എന്നാണ്. അപ്പം അങ്ങനെ മിനി അങ്ങനെ പോപ്പുലറായി. ചേച്ചിക്ക് അറിയുമെന്ന് അറിയത്തില്ല, ചേച്ചിയോടുള്ള ആരാധകൻ
ഈ ഇന്ത്യ കടന്നൊക്കെ ചേച്ചിയുടെ പാട്ട് പോയിട്ടുണ്ടല്ലോ, ഒഡീഷയിലെ ഒരാള് മകൾക്ക് ചേച്ചിയോടുള്ള ആരാധന കൊണ്ട് പേരിട്ടാക്കുന്ന മോളുടെ പേര് മിൻമിനി എന്നാണ്. അയ്യോ അത് അച്ചടാ. വേറെ ആർക്കെങ്കിലും അങ്ങനെ പേര് ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടോ മിൻമിനി എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒഡീഷയിലെ ഒരാള് ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് ആളുടെ മകൾക്ക് മിൻമിനി പേരിട്ടു. താങ്ക് യു. ഇതിപ്പോ AR സാറിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഇളയരാജ സാറിന് വേണ്ടിയിട്ട് ആദ്യം പാടിയ പാട്ട് അത് നമുക്കൊന്ന് പാടാൻ പറ്റുമോ? ഇളയരാജ സാറിന് പാടി ശരിയാവുന്ന അറിയില്ല. ലവണ്ണ ലവ് മണ്ണെണ്ണ സ്റ്റവ് ഒരു ഉള്ളത്തെ കവ് വാണത്തിൽ തവ് മുതുവട്ടം എല്ലാം മുടിയാമ വാട ഇളവട്ടം എല്ലാം കൊടികട്ടി ആട അട ഉണ്ണോട് ഉണ്ണ ഉണ്ണഹാണ കുമ്മാളം ലവ് பண்ணாத யாரும் ഭൂമിക്ക് ഭാരം എന്നാളും. ഓക്കെ, ഇനിയിപ്പോ ഈ പാട്ട് പരാമർശിക്കാതിരിക്കാൻ പറ്റത്തേ ഇല്ല. കാരണം ചേച്ചിയുടെ ഈ പറഞ്ഞ പോലെ ഈ പ്രശസ്തിയുടെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയത് ഈ പാട്ടായിരിക്കണം. AR റഹ്മാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത പാട്ട്, അത് ആദ്യമായിട്ട് AR റഹ്മാൻ പാടിച്ച ചേച്ചിയെ കൊണ്ട്. ചിന്ന ചിന്ന ആസൈ ഈ പറഞ്ഞ പോലെ പാടിക്കാതെ വിട്ടാൽ ശരിയാവത്തില്ല. ചേച്ചി ഒന്ന് പാടിയിട്ട് അതിന്റെ சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை. ആ ദിവസം ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും AR റഹ്മാൻ കമ്പോസ് ചെയ്യുന്നത് ചേച്ചി പാടിയ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട്? കമ്പോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിക്കാൻ വന്നത് അർജുന മാഷാണ് വീട്ടില്. അപ്പൊ അർജുന മാഷ് വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോവുകയാണ് ചെയ്തത് എന്നെ. ഇങ്ങനെ അതധികം പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നില്ല. ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ അതൊക്കെ കറക്റ്റ് തന്നെ. പക്ഷെ സ്റ്റാൻസ വ്യത്യാസം ഉണ്ടായിരുന്നു. കുറെ ലിറിക്സ് ചേഞ്ച് ചെയ്തു, രണ്ടാമത് വിളിച്ച് പാടിച്ചു. അങ്ങനെ ഉണ്ടായി. മാഷിന്റെ കൂടെയാണ് പോയി പാടിയത്. ഈ പാട്ട് പാടി ഇറങ്ങിയതിന് ശേഷമുള്ള ചേച്ചിയുടെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു പാട്ട് പാടി എന്നുള്ള. എന്നും നല്ല പാട്ടുകളാണ് പാടുന്നത്, എന്നും പാട്ടുണ്ട്. അപ്പൊ എന്നും രാജാ സാറിന്റെ പാട്ടുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും, അത് ആ ഡയറി നോക്കിയാൽ അറിയാം. ഞാൻ പറയും, എന്റെ ബുക്ക് കഥ പറയും. ഇതിപ്പോ ശബ്ദം പോയതിന് ശേഷവും ചേച്ചിനെ AR റഹ്മാൻ വിളിച്ചിട്ട് പാട്ട് പാടിച്ചിട്ടുണ്ട്. ആ പാട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഓരോ വാക്കും പഞ്ച് ചെയ്താണ് പാടിയാക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ചേച്ചിക്ക് എത്രമാത്രം സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടായിരിക്കണം ശബ്ദം പോയതിനു ശേഷം അദ്ദേഹം വിളിച്ച് ചേച്ചി നിർബന്ധിച്ച് ആ പാട്ട് പാടിപ്പിച്ചതെന്നുള്ളത്. സ്നേഹവും വിശ്വാസം അതൊരു പുറം, പക്ഷെ അത് ജീനിയസ് ആണ് അദ്ദേഹം, അല്ലേ? അത് ആ ടെക്നോളജി ഉപയോഗിച്ച് എത്രത്തോളം, അതാളുടെ കോൺഫിഡൻസ് ആണ്. എന്റെ കോൺഫിഡൻസ് കുറവും. കാരണം ഇത് പാടുമ്പോ ഒക്കെ എനിക്ക് വിഷമമാണ്, എനിക്ക് വയ്യാത്തോണ്ടല്ലേ ഇങ്ങനെ എടുക്കണേന്നാണ്. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരെയും അങ്ങനെ തന്നെയാണ് പാടിപ്പിക്കുന്നത്. കാരണം അതല്ല എൻ്റെ എന്താ പറയാ, ഞാൻ പാടി വന്ന ആ കാലഘട്ടം എന്ന് പറയണത് ഒറ്റയടിക്ക് ഒന്നിച്ച് പാട്ട് പഠിക്കാം. പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളോടൊപ്പം അവര് എത്ര നീറ്റായിട്ട് വായിക്കുന്നോ അതുപോലെ നീറ്റായിട്ട് ഞാൻ പാടണം. അതാണ് എൻ്റെ ജോലി. അങ്ങനെ വിശ്വസിച്ച് പാടിയിരുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്കൊരു ദിവസം വയ്യാതെ ഇപ്പോഴാണ് ഇങ്ങനൊരു ടെക്നോളജി ഉപയോഗിക്കണത്. അപ്പൊ എനിക്ക് അങ്ങനെ മറിച്ച് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായില്ല അന്ന്. അതിനുള്ള ബുദ്ധിയും ബോധമൊന്നും ഇല്ല സത്യം പറഞ്ഞ. അതാണ് സത്യം. എന്ന് വെച്ചാൽ അദ്ദേഹം ആ ടെക്നോളജി ഉപയോഗിച്ച് അതൊരു പാട്ടാക്കി. എങ്കിൽ ഞാൻ ഓരോ വരി ഓരോ ലൈനൊക്കെ ഇങ്ങനെ പാടുമ്പോൾ അതുപോലെ മാനസികമായിട്ട് വിഷമിച്ചാണ് ആ പാട്ട് ഞാൻ പാടിയത്. പക്ഷെ ഭാരതിരാജ സാറുണ്ടായിരുന്നു അത് പാടുമ്പോ. സാറിന്റെ ഒരുപാട് ആശ്വസിപ്പിച്ചു. നീ നല്ല പാടേ, നീ പാട്, നീ ധൈര്യമാ പാടെന്ന് പറഞ്ഞ്
ഒരുപാട് എനിക്ക് ധൈര്യം തന്നു. പക്ഷെ എന്നാലും നമുക്ക് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് പാടിയിരുന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം, അതും വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ മുറിച്ച് പാടുന്ന ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ സത്യം പറയാൻ ഞാൻ തകർന്നു പോയി. അത് അവരുടെ കുറ്റമല്ല കേട്ടോ. അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇത് പാട്ടാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ആ വശം അറിയണില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ആ സൈഡ് എനിക്ക് അറിയേയില്ല. പിന്നീട് അത് പാട്ട് പുറത്ത് വന്നപ്പോഴാണോ ഇത് ഇത്ര നന്നായിട്ട് വന്നോ. അപ്പോഴും ഞാൻ പെയിനിലാണ്. ഞാനിത് എങ്ങനെ പാടിയിട്ട് പോലുമില്ല പാട്ട് ശരിക്കും. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് എന്താ പറയുക, ടെക്നോളജി ഉള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അതെ അതെ. ഈ ശബ്ദം പോയ സമയത്തെ, അതായത് ഒരു 94 പകുതി ആയ സമയത്താണ് തോന്നുന്നത് ശബ്ദം പോകുന്നത് അല്ലേ? പോകുന്ന സമയത്ത് എനിക്ക് ചേച്ചിയെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൂളാണല്ലോ ശബ്ദം എന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ചേച്ചി അത് എങ്ങനെ സർവൈവ് ചെയ്തു എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അപ്പച്ചൻ്റെ കാര്യമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അപ്പച്ചൻ്റെ ഒരു സ്വപ്നമായിരുന്നല്ലോ ചേച്ചിയുടെ കരിയർ എന്ന് പറയുന്നത്. അപ്പച്ചൻ അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത ആ കാലഘട്ടം? തകർന്നുപോയി. അപ്പച്ചൻ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അത് ചെന്നൈയിൽ ഞാൻ ചെന്ന് ഒരു 5-8 മാസം കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചന് ഹാർട്ട് പ്രോബ്ലം തുടങ്ങി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് ഹാർട്ട് ഫെയിലിയർ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആകും. എന്നാലും അവിടുന്ന് ആൾക്ക് എൻ്റെ പാട്ടിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഓരോ പ്രാവശ്യം ജീവിച്ച് വരണേന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പച്ചൻ. ഇത് വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ അവരുടെ സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഒരുപാട് എന്നെ ബലപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ആ സമയത്താണ് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്യുന്നത്. മാരേജ് ഫിക്സ് ചെയ്യുമ്പോൾ ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബിസി ആയിട്ട് പാടുന്ന സമയമാണ്. പക്ഷേ മാരേജ് നടന്നത് 95-ലാണ്. 91-ൽ ഫിക്സ് ചെയ്തു, 95-ലാണ്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് വേണ്ടെന്ന് വെക്കാം. പക്ഷെ അതുപോലെ ഞങ്ങൾ ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അതേപോലെ ശബ്ദം പോയ സമയത്തൊക്കെ ഇപ്പോൾ ആൾക്കാർ റെക്കോർഡിങ്സ് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ആ സമയത്തും ചേച്ചിൻ്റെ റെക്കോർഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ വിളിക്കുമ്പോൾ ചേച്ചിക്ക് ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞു, പനിയാണ് വയ്യ എന്നൊക്കെ പറഞ്ഞ്. അതിന് അപകർഷതാബോധം എന്നല്ല എന്നെ പറയണ്ടേ, നല്ല ബോധം തന്നെ. നല്ല ബോധം തന്നെയാണ്. കാരണം എനിക്ക് ശബ്ദം ശരിയായിട്ട് വരണില്ലെങ്കിൽ ഞാനത് പറയണ്ടേ, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറേ നമ്മളോട് സ്നേഹമുള്ളവർ പറയും, ശബ്ദം പോയി എന്നോ ശബ്ദത്തിന് വയ്യാന്നൊന്നും പറയണ്ട, പനിയാണെന്നോ ജലദോഷമാണെന്നൊക്കെ പറയും. എത്ര ദിവസം പനിക്കും, എത്ര ദിവസം പനിയാണെന്ന് നുണ പറയാൻ പറ്റും? അതിൽ നല്ലത് നമ്മളുള്ള കാര്യം പറയണല്ലേ. അപ്പം അതുകൊണ്ട് കുറേ അവസരങ്ങൾ ചേച്ചിയായിട്ട് തന്നെ ഒഴിവാക്കി. എനിക്ക് ഒരിക്കലും റെക്കോർഡിങ്സ് വരാതിരുന്നിട്ടില്ല. ഞാൻ തന്നെ വരുന്നത് വേണ്ടാന്ന് വെച്ചതാണ്. ഇതിപ്പോ അവസരങ്ങൾ ഇങ്ങനെ ചേച്ചി തന്നെ ഇങ്ങനെ വേണ്ടാന്ന് വെച്ച സമയത്തൊക്കെ, അതായത് നമ്മൾ അത്രയും ബിസി ആയിട്ടിരുന്ന ഒരാളല്ലേ, പിന്നീട് അവസരങ്ങൾ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ മാറ്റി വെക്കുന്ന സമയത്തേക്ക് എന്തെങ്കിലും ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു? അതിനെ ഡിപ്രഷൻ എന്നാണോ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ഫുൾ ടൈം കരച്ചില്ല എന്നുവെച്ചാൽ രാവിലെ നമ്മൾ എഴുന്നേക്കും, ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് പാടി നോക്കാൻ, പാട്ടുകാരിയല്ലേ, നമ്മളൊന്ന് പാടി പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുമല്ലോ. അത് ഒരു മൂളാൻ പോലും വയ്യാത്ത അത്ര നമുക്ക് ശബ്ദമില്ല എന്നുള്ളൊരവസ്ഥയിൽ ദിവസങ്ങളോളം മാസങ്ങളോളം അങ്ങനെ പോകുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത് ഡിപ്രഷനിലേക്ക് പോകാതിരുന്നതിൻ്റെ കാരണം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരായിരുന്നു, എൻ്റെ ഫാമിലി. ഞാനിങ്ങനെ അപ്പോൾ കേട്ടു, അതായത് ഒരുപാട് പാട്ട് കേട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു മിൻമിനി. പക്ഷെ ഈ ശബ്ദം പോയതിനു ശേഷം പാട്ട് കേൾക്കുന്നത് പറയുന്ന പോലെ വിഷമായി തുടങ്ങി. പിന്നീട് പാട്ട് കേൾക്കാറില്ല, പാട്ടുകൾ കേൾക്കാറില്ല, ഞാൻ പാടി തൊട്ടും കേൾക്കാറില്ല, വിഷമം വരും. പിന്നെ ഞാൻ ഫുൾ ടൈം അങ്ങനെ പ്രയറിലേക്ക് ഡൈവേർട്ടായി. എന്നുവെച്ചാൽ നമ്മൾക്ക് ഒരു ആശ്രയം എന്ന് പറയുന്നത് ശക്തിയാണല്ലോ. അപ്പം ഞാൻ വല്ലാണ്ട് ഡൗൺ ആയാൽ എൻ്റെ ചുറ്റുമുള്ളവർ ഡൗൺ ആവില്ലേ? എൻ്റെ ചുറ്റുമുള്ളവർ ഞാനൊന്ന് മൂളി കേൾക്കാൻ ആഗ്രഹിച്ച് എൻ്റെ ശബ്ദം ഒന്ന് പുറത്ത് വരാൻ അത്രയും കൊതിയോടെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ കരഞ്ഞ് കരഞ്ഞ് നടന്നിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഞാൻ
കൂടുതലത് പ്രയറിലേക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്തു. ഞങ്ങൾ പല പുണ്യസ്ഥലങ്ങളും പോയി കാണും. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായി. പിന്നെ ഇളയരാജ സാറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹം ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിച്ച സിംഗേഴ്സിൽ ഒരാൾ ചേച്ചിയാണ്. അപ്പോൾ സാറിന്റെ പക്ഷേ എങ്ങനെയാണ് എപ്പോഴോ കേട്ടത്, അതായത് സാറിന് ഇഷ്ടമായിരുന്നില്ല ചേച്ചി വേറെ കമ്പോസേഴ്സിന്റെ പാട്ട് പാടാൻ പോകുന്നത്. ചേച്ചിനോട് നേരിട്ട് ഒരിക്കൽ പറയുകയുണ്ടായി, ചേച്ചി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയിപ്പോയി അത് കേട്ടപ്പോ എന്നൊക്കെ. അതൊക്കെ ഓരോ എന്താ പറയാ, മറ്റുള്ളവരുടെ ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റൂലല്ലോ. അവരുടെ ചിന്തകൾ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളെ കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അന്ന് പറഞ്ഞിരുന്നില്ല, വേറെ സ്ഥലത്ത് പാടരുതെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമായിരിക്കാം എനിക്ക് അന്ന് തോന്നിയത്. സംഘർഷം അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അത് പക്ഷെ അങ്ങനെ ഒരു അതാണ് എന്നെ നശിപ്പിച്ചതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം നല്ല പാട്ടുകൾ എനിക്ക് രാജാ സാർ തന്നിട്ടുണ്ട്. ആഴ്ചയിൽ 5 ദിവസം ഒക്കെ അങ്ങനെ തുടർച്ചയായിട്ട് പാടിയ പാട്ടുകൾ. എൻ്റെ ഡയറി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബുക്ക് നോക്കിയാൽ അതറിയാം എത്ര റെക്കോർഡിങ്സ് ഞാൻ രാജാ സാറിൻ്റെ പാട്ടുകൾ, എത്രയോ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ തന്ന മ്യൂസിക് ഡയറക്ടറാണ്. എനിക്ക് ആ ബഹുമാനവും സ്നേഹമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അല്ല, അത് ഞാൻ ജസ്റ്റ് എൻ്റെ എനിക്ക് സ്റ്റുഡിയോസിൽ അങ്ങനെ ഒരു മോശം അനുഭവമൊന്നും ഉണ്ടായിട്ടുള്ള ആളല്ല. ആകെ ആ ഒരു ഇൻസിഡന്റ് അല്ലാതെ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് വഷളാക്കണ്ട എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം അദ്ദേഹം എന്നെ അതുപോലെ പാട്ടുകൾ തന്ന് പ്രോത്സാഹിപ്പിച്ച മ്യൂസിക് ഡയറക്ടറാണ് ഇളയരാജ സാറ്. ഒരുപാട് പാട്ടുകൾ, 200-200-ൽ കൂടുതൽ പാട്ടുകളൊക്കെ ഉണ്ടാവാം. ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല, കൗണ്ട് ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ. പക്ഷെ ഉണ്ടാവാം എന്ന് വെച്ചാൽ അതുപോലെ ഞാൻ പാടിയിട്ടുണ്ട് അവിടെ. ഈ ശബ്ദം പോയതിനു ശേഷം ഇളയരാജ സാറിനെ അല്ലെങ്കിൽ റഹ്മാൻ സാറിനെ ഒക്കെ ആ സമയത്ത് കാണുക അല്ലെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ആരെയും പോയി കാണില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാല് എന്നെ റെക്കോർഡിങ്ങിന് വിളിക്കും, ഞാൻ പോയി പാടും. അല്ലാതെ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിച്ച് ഒരാളുടെ അടുത്തും പോകേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഇല്ല, ചാൻസ് ചോദിച്ചു മാത്രമല്ല. അല്ല, ഇല്ല, ഞാൻ ആരെ അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടില്ല. അവരിങ്ങോട്ടും ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ ഇതിനൊക്കെ ശേഷം പിന്നീട് 2015-ലല്ലേ രണ്ടാമത് റീ എൻട്രി നടത്തുന്നത് മിലിക്ക് വേണ്ടിയിട്ട്? മിലിയല്ല, എൻ്റെ റീ എൻട്രി എന്ന് പറയാൻ പല എൻട്രീസും ആയി. എങ്കിലും എൻട്രി എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. അതെ, എൻട്രി എന്ന് പറഞ്ഞാല് മെജോ ആണ് എന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം നിർബന്ധിച്ച് വിളിച്ചത്. മെജോ ആണ്. അപ്പൊ അന്ന് തന്നെ ആ പാട്ടും പിന്നെ വേറെ ഒരു തെലുങ്ക് മൂവി മെജോയ്ക്ക് വേണ്ടി പാടിയായിരുന്നു. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ദീപക് ദേവ് ചിറകൊടിഞ്ഞ കിനാവുകൾ, നിലാക്കുടമേ അത് പാടി. അത് കേട്ടിട്ടാണ് ഗോപി സുന്ദർ മിലിക്ക് വേണ്ടി വിളിച്ചത്. അതിനുശേഷമാണ് ബിജിപാല് ലവ് 24x7 ദിലീപിന്റെ പടം. അപ്പൊ അങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചത്. അപ്പോഴും എനിക്ക് സുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാടി. ഇപ്പൊ തമിഴില് നമ്മള് ചിന്ന ചിന്ന ആശ പറയുന്ന പോലെ മലയാളത്തില് ചേച്ചിനെ എപ്പോഴും പറയാ പാതിരവായി എന്നുള്ള പാട്ടായിരിക്കും. അയ്യോ, ആ പാട്ടിന്റെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ പാടിയ അന്ന്? പിന്നെ അത് ഇതുപോലെ തന്നെ സ്ട്രേറ്റ് റെക്കോർഡിംഗ് ആണ്, വിത്ത് ഓർക്കസ്ട്രയുടെ കൂടെയാണ്, ലൈവായിട്ട് തന്നെ. ലൈവാണ്. അപ്പൊ എനിക്ക് ഈ സീനിന്റെ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞത് ലാൽചേട്ടനാണ്, ഡയറക്ടർ ലാൽചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. AVM G സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സീനാണ്, ആ ഹീറോയിനെ ഇങ്ങനെ നമ്മൾ ശല്യപ്പെടുത്തുന്ന ഒരു പാട്ടാണത്, മോൾ അങ്ങനത്തെ ആ ഒരു ഫീലിൽ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഹമ്മിങ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മ്യൂസിക് ഡയറക്ടർ ഹമ്മിങ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ വളരെ സോഫ്റ്റായിട്ട് ആ ഹമ്മിങ് പാടിയപ്പോൾ വീണ്ടും ലാൽചേട്ടനകത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ എന്താ പറയുക, എനിക്കിപ്പോൾ ചിരി വരെ, നമ്മുടെ
ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരു ഫീലിങ്ങിൽ പാടാൻ പറ്റൂലേ, മോൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു ചെറിയ മോഡൽ പോലെ സാറൊന്ന് പാടി തന്നു. അതാണ് അപ്പൊ അതില് ലാലേട്ടൻ പറയണുണ്ട് ഓരെല്ലാരും ശരി വന്നേക്കണ് എന്നൊരു ഡയലോഗ് ഉണ്ട് അതില്. അപ്പം അങ്ങനെയാണ് ആ പാട്ട് പാടിയത്. അത് വിത്ത് ഓർക്കസ്ട്രയാണ്. ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. ബാലകൃഷ്ണൻ സാറ് എന്തൊരു നല്ല മനുഷ്യനാണ്. ഒരു ഒട്ടും ടെൻഷൻ തരാതെ നമ്മളെ പഠിപ്പിച്ച ഒരാളാണ്. ഇപ്പൊ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്ക് ഗായകർക്ക് ഒരു ഫ്രീഡം തരുമല്ലോ, ഒന്ന് എക്സ്പ്രസീവ് ആയിട്ട് കുറച്ചും കൂടെയൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇടാനൊക്കെ ഉള്ളൊരു അവസരം. ഇപ്പോൾ AR റഹ്മാൻ സാറാണെങ്കിലും ഇളയരാജ സാറാണെങ്കിലും അവരങ്ങനെ സ്പേസ് തരാറുണ്ടോ, അല്ലെങ്കിൽ അവർ പറയുന്ന സാധനങ്ങൾ മാത്രം അങ്ങനെയാണോ അവരൊരു സ്റ്റൈൽ ഓഫ്? അങ്ങനെ ഒരിക്കലും പ്രത്യേകിച്ച് നമ്മളൊരു എക്സ്പ്രഷനോ തിങ്സോ ഒന്നും പാടണ്ടാത്ത ഒരു മ്യൂസിക് ഡയറക്ടറാണ് രാജാ സാറ്. സാറങ്ങനെ പ്രത്യേകിച്ച് സാറ് പറഞ്ഞു തരുന്നതിൽ കൂടുതൽ പാടേണ്ട ആവശ്യമില്ല. എക്സ്പ്രഷൻസ് വേണമെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് തോന്നും, ഇപ്പം കേൾക്കുമ്പോൾ തോന്നും കുറച്ചുകൂടി എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താമായിരുന്നു എന്നൊക്കെ ഇപ്പം തോന്നുകയാണ്. പക്ഷെ ആ സമയത്ത് പാടുമ്പോൾ സാറ് എന്താണോ പറഞ്ഞു തരുന്നത് അത് പാടിയാൽ മതിയാ പാട്ടിൽ. എപ്പോഴെങ്കിലും ഒരു പുസ്തകം എഴുതുന്നതിനെ പറ്റി അല്ലെങ്കിൽ ജീവിതം സിനിമ അതിനെ പറ്റിയൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാ അത് പറയണ്ടേന്ന് എനിക്കറിയില്ല. ഞാൻ കടന്നു വന്ന വഴികൾ ഞാൻ സ്പഷ്ടമായിട്ട് എഴുതണം അല്ലേ? ആ എഴുത്തിലൊരു ആത്മാർത്ഥത വേണ്ടേ? അങ്ങനെ എഴുതണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടി എന്ന് ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ എളുപ്പമാണ്. പക്ഷെ അതിലൂടെ സഞ്ചരിച്ച ഒരാളെന്ന നിലയ്ക്ക് എന്തെല്ലാം തടസ്സങ്ങൾ അതിന് ചുറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. കാര്യം ഞാൻ കുഞ്ഞായിരുന്നു എങ്കിലും ഞാൻ കടന്നു വന്ന വഴികളിൽ എവിടെയൊക്കെ തടസ്സങ്ങളുണ്ടായി, ആരെല്ലാം ആയിരുന്നു എന്നുള്ളതും കൂടി ഞാൻ എഴുതേണ്ടി വരില്ലേ. അത് ഞാൻ എഴുതുമ്പോൾ കുറേ പേര് വിഷമിക്കും, കുറേ അധികം പേര് വിഷമിക്കും. അതുകൊണ്ടാണ് എനിക്ക് എഴുതാനൊരു മടി. അപ്പം ആരെയും വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. മോശം അനുഭവങ്ങൾ മീൻസ് നമ്മൾ വളരരുത് എന്ന് ചിന്തിക്കുന്നവരും ഈ കാലഘട്ടത്തിലുണ്ട്, ആ കാലഘട്ടത്തിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ തുറന്നെഴുതണ്ടേ? എന്തിനാണ് വെറുതെ എല്ലാരെയും വിഷമിപ്പിക്കണേ എന്ന് വിചാരിച്ചിട്ട് മടിക്കണതാണ്. എല്ലാം നല്ലതിനാവട്ടെ. ചേച്ചിയുടെ വോയിസ് ഇനിയും മലയാള സിനിമയിലും അതുപോലെ തന്നെ മറ്റെല്ലാ ഭാഷകളിലും കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് ഉടനെ തന്നെ സംഭവിക്കട്ടെ. ഇതേപോലെ ചിരിച്ച മുഖമായിട്ട് എപ്പോഴും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ ക്വാളിറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മോനെ.